വളരെ ചെറുപ്പത്തിൽ തന്നെ വിശുദ്ധ ലിഖിതങ്ങൾ മനഃപ്പാഠമാക്കിയ ആളായിരുന്നു ജെറുസലേമിലെ വിശുദ്ധ സിറിൽ. വിശുദ്ധ ലിഖിതങ്ങളുടെ പഠനത്തിൽ വളരെയേറെ ആഴത്തിൽ ചിന്തിക്കുകയും യാഥാസ്ഥിതിക കത്തോലിക്ക വിശ്വാസത്തിന്റെ ഒരു വലിയ സംരക്ഷകനുമായി തീർന്ന ശ്രേഷ്ഠ വ്യക്തിയായിരുന്നു വിശുദ്ധ സിറിൽ. അദ്ദേഹം ബ്രഹ്മചര്യവും കഠിനമായ സന്യാസനിഷ്ഠകളുമായി ഇളയ ജീവിതം നയിക്കുകയും ചെയ്തു. ജെറുസലേമിലെ പാത്രിയാർക്കീസ് ആയിരുന്ന വിശുദ്ധ മാക്സിമസ് വിശുദ്ധന് പുരോഹിത പട്ടം നൽകുകയും വിശ്വാസികൾക്കിടയിൽ സുവിശേഷ പ്രഘോഷണം നടത്തുന്നതിനും ക്രിസ്തീയ വിശ്വാസ സ്വീകരണത്തിന് തയ്യാറെടുക്കുന്നവർക്ക് വേണ്ട നിർദ്ദേശങ്ങൾ നൽകുന്നതിനും അദ്ദേഹത്തെ ചുമതലപ്പെടുത്തുകയും ചെയ്തു. മതബോധന നിർദ്ദേശങ്ങൾ എന്ന മനോഹരമായ ഗ്രന്ഥത്തിന്റെ രചയിതാവ് കൂടിയാണ് വിശുദ്ധ സിറിൽ. തന്റെ ഈ കൃതിയിൽ വിശുദ്ധൻ വളരെ വ്യക്തമായും പൂർണ്ണമായും സഭാപ്രബോധനങ്ങൾ വിവരിച്ചിരിക്കുന്നു. മാത്രമല്ല, ക്രിസ്തീയ വിശ്വാസത്തിന്റെ ശത്രുക്കളെ പ്രതിരോധിക്കുവാൻ വേണ്ട മതസിദ്ധാന്തങ്ങൾ ഓരോന്നായി അദ്ദേഹം എടുത്തു പറഞ്ഞിരിക്കുന്നു. വളരെ വിശേഷമായ രീതിയിലാണ് അദ്ദേഹം ഈ വിഷയം കൈകാര്യം ചെയ്തിരുന്നത്. കൂടാതെ തന്റെ സമയത്ത് നിലനിന്നിരുന്ന എല്ലാ മതവിരുദ്ധവാദങ്ങളെയും വരുവാനിരിക്കുന്ന മതവിരുദ്ധവാദങ്ങളെ വരെ ദീർഘവീക്ഷണത്തോടുകൂടി അദ്ദേഹം വളരെ വ്യക്തമായി എതിർത്തിരുന്നു. അപ്രകാരം ക്രിസ്തുവിന്റെ ശരീരത്തിന്റെയും രക്തത്തിന്റെയും യഥാർത്ഥ സാന്നിധ്യം അൾത്താരയിലെ ആരാധനയിൽ അദ്ദേഹം ഉറപ്പുവരുത്തി. മാക്സിമസിന്റെ മരണത്തിനു ശേഷം ആ പ്രവിശ്യയിലെ മെത്രാന്മാർ വിശുദ്ധ സിറിലിനെ മാക്സിമസിന്റെ പിൻഗാമിയായി തെരഞ്ഞെടുത്തു. തന്റെ സമകാലികനും അനുഗ്രഹീതനുമായ അത്തനാസിയൂസിനെ പോലെ ഒരു മെത്രാൻ എന്ന നിലയിൽ വിശുദ്ധനും തന്റെ വിശ്വാസ സംരക്ഷണത്തിനായി മതവിരുദ്ധരായ നാസ്തികരുടെ കയ്യിൽ നിന്നും നിരവധി പീഡനങ്ങളും തിന്മകളും സഹിക്കേണ്ടതായി വന്നിട്ടുണ്ട്. അവർക്ക് വിശുദ്ധന്റെ ശക്തമായ എതിർപ്പ് സഹിക്കുവാൻ കഴിയുകയില്ലായിരുന്നു. അതിനാൽ അവർ വിശുദ്ധനെ വ്യാജ അപവാദങ്ങളാൽ അധിക്ഷേപിക്കുകയും കപടസമിതി മുൻപാകെ ഹാജരാക്കി വിശുദ്ധനെതിരെ കള്ളസാക്ഷ്യം പറഞ്ഞും അദ്ദേഹത്തെ തന്റെ സഭയിൽ നിന്നും ആട്ടിയകറ്റി. അവരുടെ ഉപദ്രവത്തിൽ നിന്നും രക്ഷ നേടുന്നതിനായി വിശുദ്ധൻ സിലിസിയയിലെ ടാർസിലേക്ക് പോയി. കോൺസ്റ്റാന്റിയൂസ് ജീവിച്ചിരുന്നിടത്തോളം കാലം അദ്ദേഹം അവിടെ ഒളിജീവിതത്തിന്റെ സകലവിധ കഷ്ടപ്പാടുകളും സഹിച്ചു കഴിഞ്ഞു. കോൺസ്റ്റാന്റിയൂസിന്റെ മരണത്തിന് ശേഷം ജൂലിയൻ അധികാരത്തിൽ വന്നതോടെ വിശുദ്ധ സിറിലിന് ജെറുസലേമിലേക്ക് തിരിച്ചു വരുവാൻ സാധിച്ചു. അദ്ദേഹം മരിക്കുന്നതിന് കുറച്ചുകാലം മുൻപ് വിശുദ്ധൻ കോൺസ്റ്റാന്റിനോപ്പിളിലെ സഭാസമിതിയിൽ പങ്കെടുക്കുകയും മാസഡോണിയൂസ്, അരിയൂസ് തുടങ്ങിയ മതവിരുദ്ധവാദങ്ങളെ വളരെ ശക്തമായി അപലപിക്കുകയും ചെയ്തിരുന്നു. തിരികെ ജെറുസലേമിൽ എത്തിയതിനു ശേഷം മെത്രാൻ പദവിയിൽ 35 വർഷം പിന്നിട്ടപ്പോൾ തന്റെ 69ാമത്തെ വയസ്സിൽ അദ്ദേഹം ദൈവസന്നിധിയിലേക്ക് യാത്രയായി.